പ്രിയ കേസിൽ ക്രെഡിറ്റ് വേണ്ട എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദി രംഗത്തെത്തി. കാന്തപുരമോ ഷെയ്ഖ് ഹബീബ് ഉമറോ തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല, സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഫത്ത മഹ്ദി ചൂണ്ടിക്കാട്ടി. കാന്തപുരത്തിന്റെ വാദങ്ങൾ തെളിയിക്കാൻ മലയാള മാധ്യമ വാർത്തകളടക്കം പങ്കുവച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഫത്ത. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും ഫത്തയുടെ പോസ്റ്റ് വരുമ്പോൾ അത് നിമിഷപ്രിയ കേസിനെ പോലും സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുടെ പോക്കെന്ന് തോന്നുന്നു. രാഖി, യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിന് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവകാശവാദങ്ങൾ പലതരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കൂടാതെ വിവിധ തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന അവകാശവാദം പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ടിട്ടുള്ള തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാന്തപുരം മുസ്ലിയാരുടെ ഇടപെടൽ ഫലം കണ്ടു, അല്ലെങ്കിൽ അതിൽ ക്രെഡിറ്റ് വേണ്ട എന്ന മുസ്ലിയാരുടെ പ്രതികരണം മലയാള മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തകൾ ചെയ്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അയച്ചിട്ടുള്ളത്. അതായത് ഇതുവരെയും മധ്യസ്ഥ ചർച്ചകൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ സംസാരിക്കുകയോ മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് സഹോദരൻ്റെ വേർപാടിലുണ്ടായിട്ടുള്ള ദുഃഖത്തെക്കാൾ അതിനപ്പുറത്തേക്കാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എന്നുള്ളതാണ് തലാലിൻ്റെ സഹോദരൻ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളതാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ പ്രചാരണങ്ങൾ അത് ഈ കേസിൻ്റെ നടത്തിപ്പിനെ പോലും ഒപ്പം നിമിഷപ്രിയയുടെ മോചനത്തിന് ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത്തരം നിയമവഴികൾ അല്ലെങ്കിൽ ഈ മോചനത്തിനുള്ള കാര്യങ്ങളോ പണം സ്വീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഈ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള കോടതിക്ക് പുറത്തുള്ള ചർച്ചകൾക്ക് എല്ലാം തന്നെ ആ ചർച്ചകൾക്കെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രചാരണവും ഒപ്പം ഈ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുമായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ റിപ്പോർട്ടുകളുടെ മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ടുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടോ കേസിൻ്റെ മധ്യസ്ഥതയ്ക്കോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായോ അല്ലെങ്കിൽ മറ്റ് ആരുമായോ യാതൊരു തരത്തിലുമുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ ചർച്ചകളോ നടത്തിയിട്ടില്ല എന്ന് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കേസിൻ്റെ നടത്തിപ്പിനും കോടതിക്ക് പുറത്ത് ബ്ലഡ് മണി നൽകിക്കൊണ്ട് നിമിഷപ്രിയയുടെ മോചനം ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുമോ എന്നുള്ള ചർച്ചകൾക്കും ശ്രമങ്ങൾക്കും ഈ ഇത്തരം നീക്കങ്ങൾ വലിയ തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ചർച്ചകൾക്ക് വേണ്ടി പുറത്തുനിന്ന് അനൗദ്യോഗികമായിട്ടുള്ള ആളുകളെ അയക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് യമനിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകാൻ സാധിക്കില്ല. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതും ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഖി. ശരി ജിഷ്ണു, നിമിഷപ്രിയ കേസിൽ ക്രെഡിറ്റ് വേണ്ട എന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് വിമർശനവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് എത്തിയത്. കാന്തപുരമോ ഷെയ്ഖ് ഹബീബ് ഉമറോ തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല, സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഫത്ത മഹ്ദി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും കാന്തപുരത്തിന്റെ വാദങ്ങൾ തെളിയിക്കാൻ മലയാള മാധ്യമ വാർത്തകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഫത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഈ വെല്ലുവിളി എങ്ങനെ നിമിഷപ്രിയ കേസിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക ഏവരും ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ക്രെഡിറ്റ് അടിക്കാൻ വെപ്രാളം കാണിക്കുമ്പോൾ അത് ഒരു ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.